ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് അല്ലേ. നമ്മുടെ v = u + at, s = ut + half at², v² - u² = 2s, മൂന്നെണ്ണം ബൈ ഹാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കാം. ആ 3 ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻ വരുമോ ഇല്ലയോ എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര സംശയമാണ്. അത് എല്ലാവർക്കും സംശയം ഉണ്ടാകാനുള്ള നല്ലൊരു കാരണമുണ്ട്. കാരണം അത്രയേ ഉള്ളൂ, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ എന്തില്ല, ഗ്രാഫ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിക്കാനില്ല. പക്ഷേ ഇക്വേഷൻസ് ഓഫ് മോഷൻ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഗ്രാഫ് വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉള്ള സ്ഥിതിക്ക് ചിലപ്പോൾ എന്താണ് ആ ഡെറിവേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാ പരീക്ഷയിലും കഴിഞ്ഞ വർഷം മിക്ക പരീക്ഷകളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അണ്ടർ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. ശ്രദ്ധിക്കണം കേട്ടോ, കോൺസ്റ്റൻറ്റ് ആക്സലറേഷനിലാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ വാലിഡ്. അപ്പോൾ അതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള സ്ഥിതിക്ക് നമുക്കത് പഠിക്കാതിരിക്കേണ്ട, നമുക്ക് അങ്ങോട്ട് പഠിച്ച് തന്നെ പോകാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ 3 ഇക്വേഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാൻ നോക്കാം. അതിനുമുമ്പ് ഒരു കാര്യം, നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ല, എക്സാമിനൽ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ല, വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. എല്ലാ ഫുൾ സിലബസും അതിലുണ്ടാവും, വളരെ ബേസിക്സിന് തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സൊക്കെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുക. ആപ്പിലെ ക്ലാസ്സസ് എത്രയോ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പോയിട്ട് വേഗം ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എല്ലാ സബ്ജക്റ്റിലും ഫ്രീ ആക്കിയിട്ടുണ്ട്, പോയി കണ്ടുപിടിക്കുക. ബാക്കി വേണ്ടവർ എന്ത് ചെയ്യുക, ഫുൾ സിലബസ് വെറും 999 ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ, കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം അവൈലബിൾ ആയിരിക്കില്ല, അതിൻ്റെ പ്രൈസൊക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ വേണ്ടവരൊക്കെ ഫുൾ സിലബസ് വേണ്ടവർ 5 സബ്ജക്റ്റിനാണ് 999. നിങ്ങളുടെ എക്സാം +1 എക്സാം കഴിഞ്ഞ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എല്ലാ സാധനങ്ങളും. ഓക്കെ, അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഫുൾ സിലബസൊക്കെ വേണ്ടി പ്രോപ്പറായിട്ട് പഠിക്കേണ്ടവർക്ക് 3 മാസമുണ്ട്. വളരെ യൂസ്ഫുൾ ആയിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടോപ്പിക് എന്താണ്? ഒന്നുമില്ല, ഇക്വേഷൻ ഓഫ് മോഷൻ പഠിക്കാനല്ല, അത് 3 ഡിറൈവ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കണം. നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ നമ്മൾ കുറേ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡെറിവേഷൻ പരീക്ഷ ചോദിച്ചാൽ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. അപ്പം ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഗ്രാഫ് നിന്ന് ഡിറൈവ് ചെയ്യേണ്ട ഒരൊറ്റ ഗ്രാഫ് മതി. ആ ഗ്രാഫിൻ്റെ പേരാണ് VT ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയും. അതായത് y ആക്സിസിൽ വെലോസിറ്റിയാണ് അല്ലേ, വെലോസിറ്റി. മറ്റേ x ആക്സിസിൽ നിന്നാണ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബേസിക്കലി ഒന്ന് അർത്ഥം മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. അതായത് ടൈം 0 ആകുമ്പോൾ, സ്റ്റോപ്പ് വാച്ച് ഓൺ ആകുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നു, u എന്ന് വിളിക്കും. ഇനീഷ്യൽ വെലോസിറ്റി u, അതിലിപ്പോൾ 30 m/s വല്ല. അപ്പോൾ 30 m/s കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടൈം 0 ആകുമ്പോൾ, സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കാൻ ടൈം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ടൈം t ആയപ്പോൾ, ടൈം t ആവുന്നവരെന്താണ്, ടൈം t എന്ന് പറഞ്ഞാൽ ഒരു 30 സെക്കൻഡ് കഴിയുന്നവരെ ഈ ബോഡി ആക്സിലറേറ്റ് ചെയ്യുകയാണ്. അതായത് വെലോസിറ്റി അല്ലെ സ്പീഡ് ഇങ്ങനെ കൂടുകയാണ്. ഇപ്പോൾ 30 m/s 32, 34, അങ്ങനെ അവസാനം ലെറ്റ്സ് ഒരു v എന്ന് പറഞ്ഞ വെലോസിറ്റി ആയി. അപ്പോൾ u എന്ന് പറഞ്ഞ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്ത് v എന്ന് പറഞ്ഞ വെലോസിറ്റി വരെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്തു. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ട് ഓരോ സെക്കൻഡിൽ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ചെയ്ത് അങ്ങനെ v എത്തി. v 50 ഇല്ല, അപ്പോൾ 30 50 വെലോസിറ്റി കൂടി, ആക്സിലറേഷൻ ഉണ്ടായി, ശരിയല്ലേ? അപ്പോൾ ആ t ടൈം ആയപ്പോഴാണ് ലെറ്റ്സ് ഈ v എന്ന് പറഞ്ഞ വെലോസിറ്റി ആയത്. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ആയപ്പോൾ 50 m/s വെലോസിറ്റി കിട്ടി. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ്, വേറെ ഒന്നും ഇതിൽ പഠിക്കാനില്ല. ഈ ഗ്രാഫ് മാത്രം മനസ്സിലാക്കുക. ആ ഒരു ഫീൽ കിട്ടിയില്ല, ഗ്രാഫിൻ്റെ ഒരു ഫീൽ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്ത് ചെയ്യുമ്പോൾ ഒരു ഫീൽ വേണ്ടേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ ഡിറൈവ് ചെയ്യണം? 3 ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. അത് ഫസ്റ്റ് സിമ്പിൾ ഇക്വേഷനാണ്, നമുക്ക് വേണം ഡിറൈവ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി 2 ഇക്വേഷൻസ് വളരെ സിമ്പിളായിട്ട് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാം. പരീക്ഷയിൽ വന്നാൽ ഇത് കറക്റ്റ് ഇതുപോലെ പഠിച്ച് വെക്കുക, കറക്റ്റായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിനും കൂടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. മെത്തോഡിക്കലായിട്ട് പോകാം നമുക്ക്. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? v = u + at. അത് അങ്ങോട്ട് സൈഡിൽ എഴുതി വെക്കുക. അങ്ങനെയാണ് പണി ഭയങ്കര എളുപ്പമായിരിക്കും. u + at അല്ല എത്തിക്കേണ്ടത്, അവസാനം ഇത് എത്തിച്ചില്ല ഒരു കാര്യമില്ല. അപ്പോൾ അത് എത്തിക്കണം. ഈ ഫസ്റ്റ് ഇക്വേഷൻ എത്തിക്കാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കണം, ചെരിവെടുക്കണം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ഒന്നുമില്ല, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അതിൻ്റെ ആക്സിലറേഷനാണ്. സ്ലോപ്പ് എന്തായിരിക്കും? = ആക്സിലറേഷൻ ആയിരിക്കും. എത്ര ആക്സിലറേഷൻ ആ ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു അത് ആര് പറഞ്ഞു തരും? സ്ലോപ്പ് പറഞ്ഞു തരും, ചെരിവ് പറഞ്ഞു തരും. ഓക്കെ, ചെരിവ് പറഞ്ഞു തരും. ഇനി സ്ലോപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അതും വളരെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞ ആക്സിലറേഷൻ എന്തായിരിക്കും? സ്ലോപ്പ് ആയിരിക്കും. ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അറിഞ്ഞില്ലേ ഇപ്പോൾ അറിഞ്ഞിരുന്നോളൂ. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് തരും, ആക്സിലറേഷൻ തരും. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നുമില്ല, ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ x. ഏത് ഗ്രാഫാണെങ്കിലും y ആക്സിസിൽ വരുന്ന ആ y കോർഡിനേറ്റ്സിൻ്റെ ചേഞ്ച് ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റ്സിൻ്റെ ചേഞ്ച് അങ്ങ് എടുത്താൽ മതി. അതിനർത്ഥം എന്താണ്? ഇപ്പോഴും ചിലവർക്ക് കിളി പോയവരുണ്ടാവും. സിമ്പിളാണ്, നോക്കിക്കോളൂ. ഈ ഗ്രാഫിൽ ഞാൻ 2 പോയിൻറ്റ്സ് ചൂസ് ചെയ്യാൻ പോകാം. ഒന്ന് ഈ പോയിൻറ്റ്, ആദ്യത്തെ പോയിൻറ്റ് അല്ലേ, ഫസ്റ്റ് പോയിൻറ്റ് u എന്ന വെലോസിറ്റിയുള്ള പോയിൻറ്റ്. രണ്ടാമത്തെ നമുക്ക് എൻഡ് പോയിൻ്റ് അങ്ങോട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ.
ഈ പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇത് വൈ ആക്സിസിന് മുകളിലായതുകൊണ്ട് വൈ കോർഡിനേറ്റ് ഇവിടെ ആയിരിക്കും. ഇദ്ദേഹത്തിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? അല്ലേ, വൈ ആക്സിസിൽ ഇയാൾ ഉണ്ടാക്കുന്ന, അല്ലേ, വൈ ആക്സിസ് നോക്കുമ്പം അയാൾ ഇവിടെയാണുള്ളത്. അപ്പോൾ അതാണ് വൈ കോർഡിനേറ്റ്. ഇദ്ദേഹത്തിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടെ അല്ലേ, ശരിയല്ലേ? അദ്ദേഹത്തിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെയാണ്. ഇദ്ദേഹത്തിൻ്റെ എക്സ് കോർഡിനേറ്റ് എവിടെയായിരിക്കും? ഇങ്ങനെ വരച്ച് നോക്കി ഇവിടെ, ടി എന്ന ടൈമാണ് എക്സ് കോർഡിനേറ്റ്. ഓക്കെ, ഇനി നമുക്ക് സ്ലോപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, സ്ലോപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്. ഓക്കെ, ചേഞ്ച് ഇൻ വൈ എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? 2 പോയിൻറ്റ്സ് ആണല്ലേ, ആ 2 പോയിൻറ്റ്സിൻ്റെ വൈ ആക്സിസിലെ ഡിഫറൻസ്. അതായത് ഇദ്ദേഹത്തിൻ്റെ വൈ ആക്സിസ് എത്രയാണ്? ഇദ്ദേഹത്തിൻ്റെ വൈ ആക്സിസ് വി അല്ലേ, വി മൈനസ് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റ് ഇയാളാണ്. ഇയാളുടെ വൈ ആക്സിസിലെ കോർഡിനേറ്റ് എന്താണ്? യു അല്ലേ, ശരിയല്ലേ? അപ്പോൾ വി മൈനസ് യു. അത് ക്ലിയർ ആണല്ലോ? അത് ക്ലിയർ ആക്കി തന്നെ പോകണം കേട്ടോ, അതിൽ സംശയം വരാൻ പാടില്ല. 2 പോയിൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്തു, അതിൽ ന്യൂമറേറ്റർ എന്താണ്? ഡെൽറ്റ വൈ. അതായത് ഈ 2 പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് എടുക്കുക. വൈ കോർഡിനേറ്റ്സ് ഒരാളുടെ വൈ ആണ്, മറ്റാളുടെ യു ആണ്. ആ 2 വൈ കോർഡിനേറ്റ്സിൻ്റെ ചേഞ്ച്, ഡിഫറൻസ് വി മൈനസ് യു അല്ലേ, ഒന്നിൻ്റെ വി മറ്റതിൻ്റെ യു, അപ്പോൾ വി മൈനസ് യു. മുകളിൽ വി മൈനസ് യു കിട്ടി, ക്ലിയർ. താഴെ എന്തായിരിക്കും വരിക? താഴെ ചേഞ്ച് ഇൻ എക്സ്. ഈ 2 പോയിൻറ്റ്സിന് തന്നെ എക്സ് കോർഡിനേറ്റിലെ ചേഞ്ച് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ സെയിം ഓർഡർ എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ്, ഇദ്ദേഹത്തിൻ്റെയാണ് ഫസ്റ്റ് എടുത്തത്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ എടുക്കുക. അപ്പോൾ ഈ പോയിൻ്റ് എക്സ് കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? ടി ആണ് അല്ലേ. അപ്പോൾ ടി മൈനസ് മറ്റാളുടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? ഇദ്ദേഹത്തിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ ടി മൈനസ് 0. അതും ക്ലിയർ അല്ല. 2 പോയിൻറ്റ്സ് ഇതുണ്ട്. ഒരാളുടെ എക്സ് കോർഡിനേറ്റ് ടി ആണ്, മൈനസ് മറ്റേ എക്സ് കോർഡിനേറ്റ്. എന്തിനാണ് മൈനസ് ചെയ്യുന്നത്? ബേസിക്കലി ഡെൽറ്റ എക്സ് ആണ്, അതായത് ചേഞ്ച് ആണ്. ചേഞ്ച് ചെയ്യണം, മൈനസ് ചെയ്യണം അല്ലേ. ഫോർ എക്സാമ്പിൾ 30 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ഞാൻ 50 മീറ്റർ പെർ സെക്കൻഡിൽ പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ ഡെൽറ്റ വി എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? 20 നമുക്കറിയാം. പക്ഷേ 20 എങ്ങനെ കിട്ടിയത്? 50 ഫൈനൽ മൈനസ് 30 അല്ലേ. 50 മൈനസ് 30 മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് കിട്ടാനുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ടി മൈനസ് 0. ഓക്കെ, ഇനി വളരെ സിമ്പിളാണ്. എ ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ഇത്. ഈ 2 സാധനം ഒന്ന് ഇക്വേറ്റ് ചെയ്തേ. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് വി മൈനസ് യുവിനെ ഞാൻ നിർത്തി ഇസ് ഈക്വൽ ടു ടി മൈനസ് 0 എന്നാണ് ടി തന്നെ. ഈ ടീനെ എവിടെ കൊണ്ടായാൽ എ ടി. ഇതൊന്നും കൂടി അറേഞ്ച് ചെയ്ത് കേട്ടാൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വളരെ സിമ്പിളല്ലേ, വളരെ സിമ്പിളല്ലേ. 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നെന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ്, ചെരിവ് എന്താണ്? ആക്സലറേഷൻ ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് ആക്സലറേഷൻ ആണ് കിട്ടി. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ചേഞ്ച് ഇൻ വൈ അല്ലേ. ഒരാളുടെ വൈ മറ്റേ വൈ ഡിഫറൻസ് എടുക്കുക, വി മൈനസ് യു ബൈ ചേഞ്ച് ഇൻ എക്സ്, അത് എടുത്താൽ കിട്ടി. ഇനി അത് 2 കൂടി ഇക്വേറ്റ് ചെയ്താൽ ബേസിക്കലി നമുക്ക് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ പരീക്ഷയിൽ ഇത് വന്നാൽ 3-4 മാർക്കിന് വരും. മാർക്ക് അങ്ങോട്ട് വീണു, ഒരു പ്രശ്നമില്ല, സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഈസി ആയിട്ട് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കില്ല ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ കൈ കെട്ടി കണ്ടിരുന്ന ഒരു കാര്യമില്ല കേട്ടോ. സ്വന്തമായിട്ട് ചെയ്ത് നോക്കാണ്ട് സംഭവം കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇതിന് മുമ്പ് അല്ലെങ്കിൽ ഇത് ചെയ്ത് ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം, നല്ല കിട്ടില്ല. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ. കണ്ടാൽ ഭയങ്കര ഒരു ഭീകര ഇക്വേഷൻ പോലെ തോന്നുന്നു, പക്ഷേ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ സൈഡിൽ എഴുതി വെക്കാം. എന്തായാലും നമ്മൾ കിട്ടില്ലേ, ഗ്രാഫിൽ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ സൈഡിലും കൊണ്ട് നൈസായിട്ട് എഴുതി വെക്കാം, നമുക്ക് ആവശ്യം വരും. ഓക്കെ, ബി ഇസ് ഈക്വൽ ടു യു പ്ലസ് ആയിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിച്ചാണ്, അതുകൊണ്ട് ധൈര്യം സൈഡിൽ എഴുതി വെക്കാം, ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയറിനെ എങ്ങനെ എത്തിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെ എത്തിക്കുക? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന് നേരത്തെ ഞാൻ പറഞ്ഞ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന് വേറൊരു സംഭവം കൂടെ ഉണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടിയിൽ വരുന്ന ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് തരും അറിയോ? ഡിസ്പ്ലേസ്മെൻറ്റ് തരും. ഡിസ്പ്ലേസ്മെൻറ്റ് തരും. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ഏരിയ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അറിയോ? ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കാനുള്ള സംഭവമാണ്. അതായത് ഈ ഏരിയ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടിയിൽ ഉണ്ടാക്കുന്ന ഏരിയ എന്നാണ് ഈ ഏരിയ. ആണോ, ഞാൻ ഷെയ്ഡ് വരച്ചിരിക്കുന്ന ഈ ഏരിയ. ആ ഏരിയ കണ്ടുപിടിച്ചാൽ എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. അതാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ഡെറിവേഷൻ്റെ കീ. അത് കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി ഈ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് നോക്കി മനസ്സിലാവും. ഒരു ട്രയാങ്കിൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് അല്ലേ? ഒരു ട്രയാങ്കിൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ട്. എവിടെയാണ് ട്രയാങ്കിൾ? ഇതാണ് ആ ട്രയാങ്കിൾ. ഓക്കെ, ആ ട്രയാങ്കിൾ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും പ്ലസ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഞാൻ ഇപ്പോൾ പുതിയ ഷെയ്ഡ് ചെയ്ത റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കൂടെ ചെയ്താൽ ബേസിക്കലി മൊത്തം ഏരിയ കിട്ടി. ആ രണ്ടും കൂടി അങ്ങോട്ട് വേഗം എടുത്താലോ? ഇനി നമുക്ക് രണ്ടിൻ്റെ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൂടെ കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ, ഈ റെക്റ്റാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഏരിയൻ്റെ ഫോർമുല എന്താണ്? ഹാഫ് ബി എച്ച് അല്ലേ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പം ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ്? മുകളിലത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ, അത് ആദ്യം കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് ഇത്രയല്ലേ ബേസ്? ഇത് എത്രയാണ്?
ടി അല്ല ലെങ്ത്ത് അല്ലേ, 0 നിന്ന് ടി വരെ എത്ര ലെങ്ത്ത്, ടി ആണ് ലെങ്ത്ത്. അപ്പം ഇതിൻ്റെ ലെങ്ത്ത് ടി ആണെങ്കിൽ ഇതും എന്തായിരിക്കും, ടി ആയിരിക്കും. അപ്പോൾ ബേസ് കിട്ടി, ഹാഫ് ഇൻറ്റു ബേസ് ടി ആണ്. ഇൻറ്റു ഹൈറ്റ് എന്തായിരിക്കും, ഈ ട്രയാങ്കിൾ ഹൈറ്റ് എത്രയാണ്, ഇതല്ല ഹൈറ്റ് അല്ലേ, മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത്രയേ ഉള്ളൂ ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ ഹൈറ്റ് എന്തായിരിക്കും, ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് ഈ സാധനം ആയിരിക്കും അല്ല ഹൈറ്റ്. അതെന്തിനോട് ഈക്വൽ ആയിരിക്കും, ആ സെയിം ഹൈറ്റില്ലേ ഇവിടെ അല്ലേ, ഓക്കെ സെയിം അല്ലേ, ഇതും സെയിം അല്ലേ. ഇതിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും, മൊത്തത്തിൽ വി, ഈ വിന്ന് യൂന് എടുത്ത് കളഞ്ഞാൽ കിട്ടി സാധനം അല്ലേ, മൊത്തത്തിൽ വിന്ന് ഈ യൂന് എടുത്ത് കളഞ്ഞാൽ നമ്മൾ വരച്ച സാധനം കിട്ടി. അതായത് വി മൈനസ് യു ആയിരിക്കും ഇത് അല്ലേ, വിന്ന് യൂന് എടുത്ത് കളഞ്ഞു, മൊത്തം വിന്ന് ഞാൻ യൂന് എടുത്ത് കളഞ്ഞു, അതായത് വി മൈനസ് യു, അതാണ് ഈ സാധനം. അപ്പോൾ ഇത് വി മൈനസ് യു ആണ്, അതും എന്തായിരിക്കും, അതും വി മൈനസ് യു ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് എന്താണ്, വി മൈനസ് യു. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വി മൈനസ് യു. കഴിഞ്ഞില്ല, ട്രയാങ്കിളിൻ്റെ ഏരിയ കഴിഞ്ഞു. ഇനി റെക്റ്റാങ്കിളിൻ്റെ കൂടെ ഉണ്ട്. റെക്റ്റാങ്കിൾ സിമ്പിൾ അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാണ്, ഇതാണ് ലെങ്ത്, ടി ആണ് ലെങ്ത്. അപ്പോൾ പ്ലസ് ലെങ്ത് ഇൻറ്റു ടി ആണ് ലെങ്ത്, ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്, യു. ഓക്കെ, യു ആണ് അല്ലേ, എത്രയേ ഉള്ളൂ ബ്രെഡ്ത്ത് അല്ലേ, ശരിയല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് യു. അപ്പോൾ ടി യു എന്ന് അല്ല യു ടി എന്ന് എഴുതാം, കുറച്ചുകൂടി വൃത്തിയായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എസ് ഇസ് ഈക്വൽ ടു എന്താണ്, എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു പ്ലസ് യു ടി. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഇക്വേഷൻ കിട്ടാൻ നമുക്ക് അവസാനം വേണ്ട റിസൾട്ട് എന്താണ്, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. യു ടി കിട്ടി അല്ലേ, ഒരു എസ് ഇസ് ഈക്വൽ ടു ആണ്, യു ടി കിട്ടി. അപ്പോൾ യു ടി കിട്ടി, ബാക്കി കിട്ടാതെ എന്താണ്, ഹാഫ് എ ടി സ്ക്വയർ ആണ് കിട്ടേണ്ടത്, പക്ഷേ ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു ആണ് കിട്ടിയത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ വി മൈനസ് യുവിനെ മാറ്റിയിട്ട് എൻ്റെ എന്തെങ്കിലും സാധനം കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരിക, വളരെ സിമ്പിളാണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച സാധനം ഉണ്ട് അവിടെ അല്ലേ. അവിടെ ഒരു വി മൈനസ് യു ഒളിച്ചിരിപ്പില്ലേ, ഏറ്റവും റൈറ്റ് ടോപ്പിൽ ഒരു വി മൈനസ് യു ഒളിച്ചിരിക്കില്ലേ, ആ വി മൈനസ് യുനെ നൈസായിട്ട് എടുത്ത് എഴുതിയാലോ, വി മൈനസ് യു എന്തായിരിക്കും, എ ടി അല്ലേ. ആ എ ടിൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടിട്ടാൽ പോരെ, അപ്പോൾ സംഭവം നടന്നില്ലേ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു എന്താണെന്ന് കിട്ടിയത്, എ ടി കിട്ടിയില്ലേ, എ ടി ഇസ് ഈക്വൽ ടു പ്ലസ് എന്താണ്, യു ടി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി എഴുതിയാൽ കിട്ടും, എസ് ഇസ് ഈക്വൽ ടു യു ടി ആദ്യം എഴുതാം, യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി ഉണ്ട്, അപ്പോൾ ടി സ്ക്വയർ, അപ്പോൾ ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ. കഴിഞ്ഞു, രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷനും കഴിഞ്ഞു. ഓക്കെ, ബേസിക്കലി നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണ്, ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടിയിൽ ഉണ്ടാക്കുന്ന ഏരിയ എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ട്രയാങ്കിളിൻ്റെ ഒരു ഭാഗം എടുത്തു, പിന്നെ ഒരു റെക്ടാങ്കിളിൻ്റെ ഭാഗം എടുത്തു. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ്, ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, ഇ മൈനസ് യു. റെക്ടാങ്കിളിൽ എന്താണ്, ടി ഇൻറ്റു യു, രണ്ടും കൂടി ചെയ്തു. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ വി മൈനസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം, നിങ്ങൾ കമ്പയർ യു ടി കിട്ടി, പക്ഷേ ഇവിടെ നമുക്ക് മൊത്തം കിട്ടിയില്ല, ഹാഫ് എ ടി സ്ക്വയർ കിട്ടിയില്ല. അപ്പോൾ ഈ വി മൈനസ് യുവിനെ നമ്മൾ ഇവിടുന്ന് എടുത്തു, അത് നമ്മൾ ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്ത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഗ്രാഫിൽ നിന്ന് തന്നെ എടുത്തിട്ട്. അല്ല, ഇത് വരുന്ന ആകാശത്ത് വന്നതല്ലോ, നമ്മൾ നേരത്തെ ഗ്രാഫ് വരച്ചിട്ട് കഷ്ടപ്പെട്ടില്ലേ കിട്ടിയേ, എവിടെ പോയ സാധനം, ഇവിടുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്ത സാധനമല്ലേ. അപ്പം ധൈര്യമായിട്ട് അവിടെ എഴുതി വെക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് അവസാനം എന്ത് കിട്ടി, ബേസിക്കലി എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കിട്ടി. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ചെയ്താൽ നൈസായിട്ട് കൊണ്ട് പോകുന്നുള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വളരെ സിമ്പിളാണ്, അതും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടും ഒരു ഐഡിയ വെച്ചിട്ട് പോവാം. ഓക്കെ, എസ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എങ്ങനെ കിട്ടാൻ പോകുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫിന് അടിയിലുള്ള ഏരിയ. ആക്സിലറേഷൻ, ഫസ്റ്റത്തെ ആക്സിലറേഷൻ ആണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, ആ ഒരു ഐഡിയയിൽ ഇങ്ങനെ പോവാം. ലാസ്റ്റത് എന്താണ്, ഇതാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s എന്നോ അല്ല വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്നോ എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല, സംഭവം ആ ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവിടെ എസ് വരുന്നുണ്ട് ഉറപ്പിച്ച് അവിടെ എന്ത് കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കുക തന്നെ വേണം. അപ്പോൾ നമുക്കറിയാം ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് എന്ത് കിട്ടും, എന്തൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വരും. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. വീണ്ടും എന്താണ്, ഏരിയ ഈ ഗ്രാഫിനടിയിലുള്ള ഏരിയ തന്നെയാണ്, അത് മാറാനൊന്നും പോകുന്നില്ല, സെയിം ഗ്രാഫാണ്, സെയിം ഏരിയ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഈ ഏരിയനെ വേറെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം, വേറെ രീതിയിലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെ അറിയോ, ഇതൊരു ട്രപ്പീസിയം അല്ലേ, ഇതെന്താണ് ഒരു ട്രപ്പീസിയമാണ്, റെക്ടാങ്കിളും ട്രയാങ്കിളും എന്നല്ല, ഒരു ട്രപ്പീസിയമാണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം, അത് നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നതാണ്, സിമ്പിളാണോ അയ്യോ. ഇങ്ങനെ ട്രപ്പീസിയാണല്ലോ ഇത്, ഇങ്ങനെ ട്രപ്പീസിയാണ്. അതിൻ്റെ ഓരോ സൈഡിനും നമ്മൾ ഓരോ പേര് വിളിക്കാം. ഇത് നമുക്ക് എ എന്ന് വിളിക്കാം, ഇതിന് നമുക്ക് ബി എന്ന് വിളിക്കാം. രണ്ട് സൈഡ്സ് ഉണ്ട്, രണ്ടിനെ ബി എന്ന് വിളിച്ചു. ഇതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടാവും, ഹൈറ്റിനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഹൈറ്റ് ഇതാണ് ഹൈറ്റ്. ഓക്കെ, ഇതാണ് ഹൈറ്റ്. ഓക്കെ, ഇതാണ് ഹൈറ്റ്, ആ വരച്ചിരിക്കുന്നതാണ് ഹൈറ്റ്. ഓക്കെ, അങ്ങനെയാണ് ഏരിയ എത്രയേ ഉള്ളൂ. ഏരിയൻ്റെ ഫോർമുല നോക്കിക്കോളൂ. ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആ രണ്ട് സൈഡ്സും കൂടി ആഡ് എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ബി എച്ച് ഒക്കെ പോലെ തന്നെ, പക്ഷേ ബേസിന് വരെ എ പ്ലസ് ബി എന്ന് എടുക്കുക. ഓക്കെ, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ്, അതങ്ങോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടി. ഇതൊരു ട്രപ്പീസ് അല്ലേ, ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്, കണ്ടാലും ട്രപ്പീസ് പോലെ തന്നെ തോന്നുന്നില്ല, ട്രപ്പീസ് തന്നെയാണ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, ഈ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ രണ്ട് സ്പ്ലിറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു, ഇനി നമ്മൾ സ്പ്ലിറ്റ് ഒന്നുമില്ല, നേരെ അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ,
അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്കറിയാം എസ് ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ഗ്രാഫാണ് അല്ലേ? നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിന് അടിയിലുള്ള ഏരിയ ആണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ട്രപ്പീസത്തിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി. ഇതാണ് എ അല്ലേ? ഇതാണ് ഇത് ഏറ്റെടുക്കുക. അപ്പോൾ യു പ്ലസ് ബി എന്താണ്? ബി എന്താണ്? ഇത്രയാണ് അല്ലേ? ഈ സൈഡ് മൊത്തം, അതായത് ഇത് മൊത്തം എത്രയാണ്? വി അല്ലേ? ഇത് മൊത്തം വി അല്ലേ? ശരിയല്ലേ? ഇത് മൊത്തം എന്താണ്? വി ആണ്. അപ്പോൾ അത് മൊത്തം എന്താണ്? വി ആണ്. ഓക്കെ, വി ആണ്. അപ്പോൾ യു പ്ലസ് വി, അത്രയും ക്ലിയർ അല്ലേ? ഇത് വി ആണെങ്കിൽ ഇതും വി ആയിരിക്കും. ഇത് എ യു ആണ്, ബി എന്താണ്? വി ആണ്. അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി. ഇനി എന്താണ്? ഒരു ഹൈറ്റ് മിസ്സിംഗ് ആണല്ലേ? എച്ച് ഉണ്ട്. എച്ച് എന്താണ്? ഇതാണ് എച്ച്, ഇതല്ല എച്ച്, ഇതാണ് എച്ച്. ശരിയല്ലേ? അതല്ല എച്ച്, കണ്ടോ? അതല്ല എച്ച്. മാച്ച് ആവുന്നില്ല. സംഭവം മൊത്തത്തിൽ മാച്ച് ആയിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നി വേണം ചെയ്യാൻ കേട്ടോ, വെറുതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടില്ല. ഇതെത്രയാണ് ലെങ്ത്ത്? ഇത് ഹൈറ്റ് എത്രയാണ്? ബേസിക്കലി ഇത്ര തന്നെയല്ലേ? ഇത്ര ടി ആണ്. അപ്പോൾ ഇതും ടി ആണ്. അപ്പോൾ ഹൈറ്റ് എത്രയാണ്? ടി ആണ്. ഓക്കെ, ട്രപ്പീസത്തിൻ്റെ ഏരിയ കിട്ടിയില്ലേ? അപ്പോൾ നോക്കുക, ഒന്ന് തന്നെ സൂക്ഷിച്ച് നോക്കുക. നമുക്ക് വേണ്ട ഇക്വേഷൻ ഇതാണ്, പക്ഷേ ഇതുമായിട്ട് ഒരു മാച്ച് കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ എസിൻ്റെ കൂടെ 2 ഉണ്ട്. അപ്പോൾ 2s ഒരുമിച്ച് എഴുതാം. അപ്പോൾ 2s ഈ ഹാഫിനെ അവിടെ കൊണ്ട് അപ്പോൾ 2s കിട്ടി. ഈസ് ഈക്വൽ ടു എന്താണ്? യു പ്ലസ് വി ഇൻറ്റു ടി എന്ന് കിട്ടി. എന്നാലും ഒരു പോരാ, കാരണം വി സ്ക്വയർ യു സ്ക്വയർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വി സ്ക്വയർ യു സ്ക്വയർ ഒക്കെ എങ്ങനെ ആക്കിയെടുക്കുക? ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? വലിയ ഐഡിയ കിട്ടുന്നുണ്ടോ? നമുക്കറിയാം യു പ്ലസ് വി ഇൻറ്റു യു മൈനസ് വി, അല്ലെ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു, ഒരു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇട്ടുണ്ട് അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുണ്ട് അല്ലേ? അതേപോലെ നമ്മുടെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വി പ്ലസ് ഇൻറ്റു ഒരു വി മൈനസ് യു വന്നാൽ മതി. അപ്പോൾ ആർക്ക് മാത്രമേ വി മൈനസ് യു ആവാൻ പറ്റുള്ളൂ? 2s ഒക്കെ നമുക്ക് ഓൾറെഡി വേണം. നമുക്ക് ഈ ടീനെ അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്യും. കാരണം എന്താണ്? ടി നമ്മുടെ അവസാനത്തെ ഇക്വേഷനിൽ വരുന്നില്ല. അപ്പോൾ ടീനെ നമുക്കൊന്ന് മാറ്റി എടുക്കണം. ഒന്ന് വേറെ ഫോമിൽ എഴുതിയാൽ പരിപാടി നടക്കും. എവിടെ നിന്നാണ് വേറെ ഫോം എടുക്കുക? നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്ത ഇക്വേഷൻ തന്നെ എടുക്കാൻ വന്നത്. അപ്പോൾ ആദ്യം ഡിറൈവ് ചെയ്തതാണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ? അതിൽ നമുക്ക് എങ്ങനെ ടീനെ ഒറ്റപ്പെടുത്തി നിർത്തുക? ടീനെയാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടും വി മൈനസ് യു എന്താണ്? എ ടി ആണ്. വി മൈനസ് യു എന്താണ്? എ ടി ആണ്. അപ്പോൾ വി മൈനസ് യു ബൈ ആ എനെയും കൂടെ അവിടെ കൊണ്ടുവന്നാൽ വെറും ടി ആയിട്ട് കിട്ടും. അപ്പോൾ വി മൈനസ് യു ബൈ എ നമുക്ക് ടി ആയിട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്താണ്? വി മൈനസ് യു ബൈ എ, അതാണ് ടി. ഈ എനെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ 2s നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ 2s ഇസ് ഈക്വൽ ടു ഈ വി പ്ലസ് യു പ്ലസ് വിനെ ഞാൻ വി പ്ലസ് യു നേരെ കുഴപ്പമില്ലല്ലോ, അതെന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇൻറ്റു വി മൈനസ് യു. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു, വി സ്ക്വയർ മൈനസ് വി യു സ്ക്വയർ. ഓക്കെ, അത്രയേ ഉള്ളൂ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, ആ ഐഡൻറ്റിറ്റി കൊണ്ട് ഉപയോഗിക്കാം. ഇനി വേണം നിങ്ങൾ ഈ യു സ്ക്വയറിനെ അവിടെ കൊണ്ടുവരിക. അപ്പോൾ വി സ്ക്വയറിന് ഒരുമിച്ച് ചേർത്തി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s. പരിപാടി കഴിഞ്ഞു. അപ്പോൾ കുറച്ചൊരു മാനിപ്പുലേഷൻ ഇടയ്ക്ക് നടത്തി. ഇങ്ങനെ തന്നെയാണ് ഡിറൈവ് ചെയ്യുക. മാനിപ്പുലേഷൻ ഒന്നല്ല, മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും ചെയ്യാൻ പറ്റുന്ന മാനിപ്പുലേഷനാണ്. അപ്പോൾ എന്താണ് നമ്മളോട് ചെയ്തത്? നമുക്ക് വേണ്ടെന്നാണ് ഈ സാധനമാണ് വേണ്ടത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ടി ഇടയ്ക്ക് കയറി. അപ്പോൾ ടീനെ എടുത്ത് നമ്മൾ കളയുന്നു. ടീനെ വെറുതെ എടുത്ത് കളയാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ഫസ്റ്റ് ഇക്വേഷന് ടീനെ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ട് മറ്റുള്ള ബാക്കിയുള്ളവരെ ഇങ്ങനെ കയറ്റി കൊണ്ടുവരിക, എന്നിട്ട് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ലോജിക്കലായിട്ട് ആലോചിച്ച് പോയാൽ, അതായത് ഗോൾ മനസ്സിലുണ്ടാവണം. അവസാനം എവിടെ എത്തണമെന്ന് നിങ്ങൾ മനസ്സിലുണ്ടാവണം. അതിന് എവിടെയെങ്കിലും സൈഡിലൂടെ എഴുതി വെക്കുക പരീക്ഷ ചെയ്യുമ്പോഴും. അത് എഴുതി വെച്ച് അവിടേക്ക് എത്തിക്കാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഡിറൈവ് ഒക്കെ ചെയ്ത് വെച്ചാൽ, എന്തെങ്കിലും ബൈ ഹാർട്ട് പഠിച്ചൊക്കെ ചെയ്ത് വെച്ചാൽ പരീക്ഷയിലാകുമ്പോൾ മറന്നു. അപ്പോൾ ഇവിടെ കൊണ്ട് എത്തിക്കണം. ആ എത്തിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം? ഡിസ്പ്ലേസ്മെൻറ്റ് ഏതിലുണ്ടെങ്കിലും ഫസ്റ്റ് ഇക്വേഷന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. അപ്പോൾ നമ്മളവിടെ സ്ലോപ്പ് ഉപയോഗിക്കേണ്ടത്. മറ്റേ രണ്ട് ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിലും വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ പ്ലസ് 2s ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ട്രിക്ക്? എന്താണ് ഈ വി ടി ഗ്രാഫിൻ്റെ അടിയിൽ വരുന്ന ഏരിയ എന്തായാലും കണ്ടുപിടിക്കണം. അതായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ടാണ് ബാക്കി കിട്ടാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ ഇതേ ഏരിയ കണ്ടുപിടിച്ചു. പക്ഷേ ട്രയാങ്കിളിൻ്റെയും റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇപ്രാവശ്യം നമ്മൾ കണ്ടുപിടിച്ചു മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ട്രപ്പീസത്തിന് മൊത്തമായിട്ടും കൊടുത്തു. അതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാം ഫ്രം ദ ഗ്രാഫ്സ്. നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക, പരീക്ഷയിൽ വന്നാൽ അങ്ങോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് വേഗം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കുറേ ക്ലാസ് ഫ്രീ ഉണ്ട്. 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഉണ്ട്. ചിലപ്പോൾ എന്താണ് 3ാം ചാപ്റ്ററും കൂടി ചിലപ്പോൾ ഫ്രീ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടിച്ച് പൊളിച്ചിട്ട് പോയി ഈ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യാൻ പറ്റണം. ഓക്കെ.